ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളെന്നെ ഉണ്ടാക്കി കാണിക്കാൻ പോണത് അടിപൊളി സാലഡാണ് കേട്ടോ. അടിപൊളി സാലഡ് എന്ന് പറഞ്ഞാൽ അത്രയും ടേസ്റ്റാണ് സാലഡ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കാണാനുണ്ടോ 2 ക്യാരറ്റ്, ഒരു കുക്കുംബർ, അത് 2 കപ്പ് ഉണ്ടായി. പിന്നെ ഒരു ക്യാപ്സിക്കം, ഒരു സബോള, സ്വീറ്റ് കോൺ കുറച്ച് 1 മിനിറ്റ് വേവിച്ച് വെച്ചിട്ടുണ്ട്. സ്വീറ്റ് കോൺ ഇല്ലെങ്കിൽ നമുക്ക് കപ്പലണ്ടി വേവിച്ചിടാം കേട്ടോ, പുഴുങ്ങിയ കപ്പലണ്ടി ഇടാം. എന്നിട്ട് ഇതെങ്ങനെ മിക്സ് ചെയ്യണമെന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഒരു നല്ല വലിപ്പമുള്ളൊരു പാത്രം തന്നെ എടുക്കുക. ഈ വെജിറ്റബിളൊക്കെ അതിൽ കൊള്ളണം. ഞാൻ ആദ്യം വേറെ പാത്രം എടുത്ത് അത് ചെറുതാണ്. ക്യാരറ്റ് ഇടുക, ക്യാപ്സിക്കം ഇടുക, എല്ലാം ഇടുക. ഇത് മാത്രം നമ്മളൊന്ന് ചെറുതായിട്ട് 1 മിനിറ്റ് ആവി കയറ്റി എടുത്തിട്ടുള്ളൂ. ഇതെല്ലാം ഇടുക. കുറച്ച് മാത്രം ഉപ്പിടുക, അധികം ഉപ്പിടണ്ട കേട്ടോ. കുറച്ച് ഒരു ടേസ്റ്റിന് ഉപ്പിടുക. കുറച്ച് പെപ്പർ, നമുക്ക് ആവശ്യമുള്ള പെപ്പർ ഇടുക. എന്നിട്ടൊന്ന് ആദ്യം ഒന്ന് മിക്സ് ചെയ്യുക. അങ്ങനെ കാണാണ്ടാണ്. ഇത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ യോഗട്ടാണ് ഇടുന്നത്. ഫ്ലേവേർഡ് യോഗട്ട്, മാംഗോൻ്റെ നല്ല ടേസ്റ്റുള്ള സാധനം. ഐസ്ക്രീം മാതിരി ഉണ്ടാവും. നല്ല ഹെൽത്തിയാണ് കേട്ടത്. ഇതാണ് നമ്മൾ മിക്സ് ചെയ്യണത്. എല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്യുക. ഇതെല്ലായിടത്തും ആവണ മാതിരി നമ്മൾ നല്ല മിക്സ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ പണി. അപ്പോൾ ഇവിടെ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല മിക്സ് ചെയ്ത് സൂപ്പറായിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കണ ഹെൽത്തി, ടേസ്റ്റി, ഈസി, വളരെ ഈസി. അത് അഴിയണ സമയം മാത്രമേ വേണ്ട. അത്രയും ഈസിയാണ് ഇതുണ്ടാക്കാൻ. അപ്പോൾ എല്ലാവരും ഇതിങ്ങനെ ഉണ്ടാക്കി കഴിക്കാട്ടോ. എണ്ണയും സാധനങ്ങളും ഒന്നും യൂസ് ചെയ്യണ്ട. അത്രയും ടേസ്റ്റാണ്. നമ്മുടെ വിശപ്പ് അടങ്ങും. ഭക്ഷണത്തിന് മുന്നേ ഇത് കഴിക്കുക. അപ്പത്തിന് മുമ്പ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിശപ്പ് തോന്നില്ല. അപ്പോൾ എല്ലാവരും ഇതുമാതിരി കഴിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ, ബായ്.